കണ്ണീരോടെ പ്രാർത്ഥിക്കുക. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു. സ്വർഗീയമായ നിമിഷമാണിത്. ചുരി ചിരങ്ങ് കണ്ണിന് കാഴ്ചക്കുറവ്, ഇടത് കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ചിരങ്ങ് ബാധിച്ചവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. പല്ലുകളുടെ ചോളുകൾ ദ്രവിച്ചു പോവുകയും അടന്നു പോവുകയും ചെയ്യുന്ന രോഗമാണ്. കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. കാലിന്റെ തള്ളവരിന്റെ താഴെ പാദത്തിന്റെ വെള്ളയിൽ അസ്ഥി ഉന്തി നിൽക്കുന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമുണ്ട്. മൗനമായി പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നീ എന്തിനു വേണ്ടിയാണ് കൃപാസനത്തിന് മണ്ണിൽ മാതാവ് നിന്നെ കാല് ചവിട്ടിയത്? ആ ദൈവവേദന, ആ വിഷയം ഇപ്പം മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ്. പ്രാർത്ഥിക്കുക. ഞമ്മണിക്കായപ്പോൾ ചുരുണ്ടുപോയ ആൾക്കാരുണ്ട്. വീട്ടിലെന്തോ മരണം സംഭവിച്ചതിൻ്റെ പേരിൽ, എന്തോ ആക്ഷേപം സംഭവിച്ചതിൻ്റെ പേരിൽ ആൾക്കാർ കളിയാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തിറങ്ങാത്ത വ്യക്തികളുണ്ട്. ഡിപ്രഷൻ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഹൃദയം ഇടിക്കാത്തവര്, ഹൃദയം എല്ലാവരും ചെയ്യുന്നവരെ, കരളെല്ലാവരും ചെയ്യുന്നവരെ കർത്താവ് സ്പർശിക്കുന്ന ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. കർത്താവ് മക്കളില്ലാത്ത ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്ത ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി താമസിക്കുന്ന ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. ലിസ്റ്റിലുണ്ട്, പക്ഷെ ലിസ്റ്റ് വിളിക്കുന്നില്ല, കോൾ ഫോർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരെ ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ പരീക്ഷ എഴുതാൻ പോകുന്ന ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. ഡേറ്റ് കിട്ടാത്തവരെ ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്ര, ഈ ആഴ്ചയിൽ നടക്കാൻ പോകുന്ന യാത്രകളെ ശ്രമിച്ച് പ്രാർത്ഥിക്കും. വിദേശങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്രയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ യാത്ര തടസ്സങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അക്കോമഡേഷനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭക്ഷണത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ, സ്ഥലങ്ങൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ, ഇടത് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ അവിടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകുന്ന സമയമാണ്. പതിലൊക്കെ നീര് വന്നിട്ട് നീര് കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചലിപ്പിക്കാനും അവയവങ്ങൾ ചലിപ്പിക്കാൻ പറ്റാതിരിക്കുന്ന രീതിയിൽ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് സമയത്ത് സാക്ഷ്യം പറയാൻ കഴിയും. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ കടങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അലസിപ്പോയി കുടുംബ ബന്ധങ്ങൾ, അലസിപ്പോയി ഗർഭങ്ങൾ, അതിനുശേഷം മക്കളില്ലാത്ത അവസ്ഥകൾ, ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ തീരുമാനം എടുക്കാൻ പറ്റാത്ത വിഷയത്തിൽ ജീവിതം ഇരുട്ടിൽ കുത്തി നിൽക്കുന്നവര്, അവർ ഈശോന്റെ നാമത്തിൽ ഞാൻ അവരെ അഴിച്ചു മാറ്റുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്വാസകോശങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ വിശുദ്ധമായ രക്തത്താൽ നിന്റെ പനി, ആസ്മയും അതുപോലെ ക്ഷയരോഗങ്ങൾ, അതിലേക്കുണ്ടാകുന്ന മറ്റു തരത്തിലുള്ള രോഗങ്ങളെ കർത്താവ് സ്പർശിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തസ്രാവ രോഗികള്, സ്രാവരോഗങ്ങള്, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന സ്രാവരോഗങ്ങള് കർത്താവ് സ്പർശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം.
തോന്നി എന്നാൽ പിന്നെ ഉടമ്പടി എടുത്തേക്കാൻ തോന്നി. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഇവർക്കുള്ള ഒരു ജ്വരം എന്ന് പറയണത് എപ്പോഴും സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. സാക്ഷ്യം എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിലുകളാണ്. നിൻ്റെ ഒരു വാതിൽ ആ സാക്ഷ്യത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഏതെങ്കിലും ഒരു സാക്ഷ്യത്തിൽ ആ വാതിൽ തുറന്ന് കർത്താവ് നിൻ്റെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ ആ വാതിൽ തുറന്ന് നീ കർത്താവിൻ്റെ അടുത്തേക്ക് പോകും. രണ്ടിലൊന്ന് സംഭവിച്ചിരിക്കും. സാക്ഷ്യത്തിൻ്റെ ഗുണം അതാണ്. അപ്പോൾ അശ്വതിക്ക് തോന്നി ബാങ്കിൽ പോയി ലോൺ ചോദിക്കണമെന്ന് തോന്നി. സത്യം പറഞ്ഞാൽ അവിടെ ഈ ലാഭം അവിടെ കെട്ടിടം കണ്ട ഒരു മനുഷ്യൻ ലോൺ കൊടുക്കത്തില്ല. കാണും പറയാം. നമുക്കാരാണ് ലോണ് തരണത്? പാപി ചന്ദനം പാതാളം എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരും ആൾക്കാർ മനസ്സിടിഞ്ഞ് കിടപ്പുണ്ടേ. അശ്വതി അങ്ങനെ ഒരു സംഭവമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ ഇവർ എംപവറായി. ഇവർക്ക് ഏത് മാനേജറിൻ്റെ അടുത്തും പോയി ചോദിക്കാനുള്ള ചങ്കൂറ്റം മാതാവ് കൊടുത്തു. മാതാവിന് പണ്ട് ചങ്കൂറ്റമുള്ള കൂട്ടത്തിലുള്ളതാണ്. അതുകൊണ്ടല്ല ഒരു കുറേ ഇറച്ചിയുടെ മകൻ്റെ ചോര ചവിട്ടി ആള് തല പുകഞ്ഞ് താഴെ പോകാതെ മര്യാദക്ക് നിൽക്കണം കണ്ടില്ലേ? 3 മണിക്കൂറാണ് നിന്നത്. കുരിശിൻ്റെ ചുവട്ടിൽ ആ മാതാവ് നിന്നത് 3 മണിക്കൂറാണ്. ഇത്തിരി കൂടിയ പുള്ളിയാണ്. അപ്പം ആ ആളിൻ്റെ ഒരു ആത്മീയ ആവേശനം വന്നു കഴിഞ്ഞാൽ നിനക്ക് ആത്മധൈര്യം ഉണ്ടാകും ഉടനെ. ആശുപത്രിയിൽ പോയി മാനേജറടുത്ത് ഞാൻ ചോദിച്ചു, മാനേജറെ ഇന്ന ലോണുണ്ടല്ല, ഞാൻ ഈ ചെറിയൊരു വ്യവസായം ചെയ്യുന്ന ആളാണ്, ബിസിനസ് ചെയ്യുന്ന ആളാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിന് അപ്ഡേറ്റ് ചെയ്യണം. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്താലേ ആൾക്കാർ വരത്തുള്ളൂ. എനിക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങിക്കണം. എനിക്ക് 12 ലക്ഷത്തിന് ലോണുണ്ട്, അത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മാനേജർ പറയും, നിങ്ങൾക്ക് അതിനുള്ള സിവിൽ പോയിൻ്റ് ഇല്ലെന്ന് പറയും. സിവിൽ പോയിൻ്റ് ഇല്ലെന്ന് പറയും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ലോണിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് 90% സബ്സിഡിയാണ്, അല്ലെ ഗ്രാൻഡാണ്. ബാക്കിയാണ് കുറച്ച് ഇതുള്ളത്. പലിശ നമുക്ക് അടക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ലോണ് നിങ്ങൾക്കറിയാമല്ലോ, ബാങ്കിലൊക്കെ ഇങ്ങനെയുള്ള ലോണെന്ന് പറയുമ്പോൾ അവർ അഡ്ജസ്റ്റ്മെൻറ്റ് ലോണാണ്. അവരുടെ ആൾക്കാർക്കൊക്കെ അവർ ഒപ്പിച്ച് കൊടുക്കണമെന്നല്ലാതെ അതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ടാവും. പാർട്ടിക്കാരും ഉണ്ടാവും, ബാങ്ക് മാനേജറും ഉണ്ടാവും, ബോർഡ് മെമ്പേഴ്സും ഉണ്ടാവും. അവർക്ക് കളി അറിയാവുന്നതുകൊണ്ട് അവരുടെ ചിറ്റപ്പന്മാർക്ക് അങ്കിളുമാർക്കൊക്കെ ഇത് സാധനം കിട്ടും, അങ്ങനെ കിട്ടും. അതാണ് ഇതിൻ്റെ രീതികൾ. എല്ലാ ബാങ്കും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ലോകത്തിൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഗവൺമെൻറ് പൂർവ്വ ഇതുപോലെ ഉണ്ട്, ഒത്തിരിയേറെ ഷെഡ്യൂളുണ്ട്. പക്ഷേ അതായത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കത് തുറന്ന് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ മാതാവിനെ വിളിച്ചുകൊണ്ടാണ് പോകണമെങ്കിൽ, അതുകൊണ്ട് ഇവളുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് എവിടെ പോയാൽ ഉപ്പെടുത്തിടുവോളൂ. ആദ്യം തന്നെ ചെയ്യണത് എന്താണ്? ഈ വിശ്വാസ പ്രയോഗം ഉടമ്പടി കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഈ കാലഘട്ടത്തിൻ്റെ ആധ്യാത്മികതയിൽ പുതുതായിട്ട് അഡീഷൻ ചേർത്തിരിക്കുന്നത് എന്താണ്? പഴയകാല വിശ്വാസ പ്രയോഗങ്ങളെ പുനരുജ്ജീവിപ്പിച്ചു. പഴയകാലത്ത് വിശ്വാസമൊക്കെ രൂപപ്പെട്ട് വരുന്ന കാലത്ത് ദൈവം വിശ്വാസ പ്രയോഗങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ട് അത് ദൈവനാമത്തിൽ അത് പ്രയോഗിച്ച് കഴിയുമ്പോൾ അതിന് ദൈവത്തിൻ്റെ ശക്തിയുടെ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഉടമ്പടി അത് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, സംഭവം പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അശ്വതി ഇവിടെ പോയാലും വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഉപ്പിടും. വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് അതിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും, വിശ്വാസപ്രമാണം അതിൻ്റെ സിദ്ധാന്തമാണ്, തിയറി. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പ്രയോഗം എന്താണ്? ആ ഉപ്പ് നിക്ഷേപിക്കുന്നതാണ് പ്രയോഗം എന്ന് പറയണത്. ഇപ്പം നമ്മൾ കാശ്മീരൊക്കെ കുഴിച്ചെടുത്തില്ലേ, അപ്പം അച്ഛൻ പറഞ്ഞ് കാശ്മീരം കുഴിച്ചിടുന്നില്ല, സ്ഥാപിക്കണം നമ്മൾ ചെയ്യണത്. എന്താ കാര്യം? കുരിശ് ഭൂമിയിലായി സ്ഥാപിച്ചത് ആരാണ്? ഈശോയാണ്. ഈ കുരിശ് സ്ഥാപിച്ചുകൊണ്ടാണ് ലോകത്ത് രക്ഷ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ എന്തെങ്കിലും സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ അത് ദൈവനാമത്തിൻ്റെ ആണെങ്കിലുണ്ടെങ്കിൽ വിടുതലിൻ്റെ പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ് കാശ് രൂപ യേശുനാമത്തിൽ സ്ഥാപിക്കണത്. നിങ്ങൾ കുഴിച്ചിടണം നിങ്ങൾ ഒരിക്കലും പറയരുത്, സ്ഥാപിക്കുകയാണ് ചെയ്യണത്. അത് ആദ്യം ചെയ്തത് പിതാവായ ദൈവമാണ് ഈ കുരിശ് ഭൂമി കുഴിച്ചിട്ടിരിക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഭൂമിയിലെ വിശ്വാസം സ്ഥാപിക്കും. ആ സ്ഥലം കർത്താവിൻ്റെതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ കർത്താവിൻ്റെതാണെന്ന് പറഞ്ഞ് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങളെല്ലാം തന്നെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. പക്ഷേ അതിക്ക് മുമ്പ്
നിങ്ങളിത് പ്രയോഗിക്കാനും പ്രഖ്യാപിക്കാനും പോരുന്ന ആളാണെന്ന് ദൈവത്തിന് തോന്നണം. അതാണ് വിഷയം. ചില ആൾക്കാർ പ്രഖ്യാപിച്ചിട്ടും പ്രയോഗിച്ചിട്ടും ഒക്കാത്തതിൻ്റെ കാര്യം എന്തറിയാമോ? നിങ്ങളെ ദൈവത്തിന് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. കാരണം എന്താ പിടിക്കാത്തതിൻ്റെ കാരണം? ഒന്ന്, നിങ്ങളുടെ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ പഴയ പുതപ്പെടുത്ത് പുതക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതാണ് പ്രശ്നം. അത് വലിയ അപകടമാണ്. നിങ്ങളുടെ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി, നേടാനുള്ള നേടിക്കഴിയുമ്പോൾ പഴയ തെരേസ്യാമ്മയായിട്ട് മാറും. അത് ദൈവത്തിന് അറിയാം. ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ മുമ്പിൽ കണ്ണി പൊടിയിടാവുന്ന പോലെ ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടാൻ പറ്റാത്തത് കൊണ്ടാണ് യഥാർത്ഥ ഇസ്രയേൽ എന്ന് പറയണത്. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന്. അപ്പം നിങ്ങൾ ഇപ്പോഴൊരു അഭ്യാസമൊക്കെ കാണിച്ച് ഇങ്ങനെ നല്ല പിള്ള ചമഞ്ഞൊക്കെ നിൽക്കുമ്പോഴും ഇനി ഒരു കാലത്ത് ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾ പഴയ വേഷം എടുത്ത് കെട്ടുകയാണെങ്കിൽ ദൈവത്തിന് ഇപ്പം അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ പ്രയോഗിച്ചിട്ട് ഒക്കാത്തതിൻ്റെ കാരണം എന്താണ്? നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്നാണ് പറയണത്. റബ്ബി, അങ്ങേക്ക് എങ്ങനെ അറിയാം? അപ്പം നിൻ്റെ പഴയ ചലനങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ടെന്നാ. നിൻ്റെ പഴയ നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്ന സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ന് പറയും. അപ്പം പഴയ ചലനങ്ങളിൽ എനിക്കറിയാം. ഇതുപോലെ തന്നെയാണ് കുഴപ്പം. നീ ഇവിടുന്ന് പോയിട്ട് എന്ത് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. നദ്ദാനിയൻ്റെ അടുത്ത് അത്തിവൃക്ഷത്തിന് ചുവട്ടിലായിരുന്നപ്പോൾ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. യോഹന്നാൻ 1:48. യോഹന്നാൻ 1:48. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പം അത്തിമരത്തിന് ചുവട്ടിലിരിക്കുന്ന സമയത്ത് ഈശോ അവനെ കണ്ടെന്നാണ് പറയണത്. ആ കാഴ്ച എന്താണ്? വിദൂര കാഴ്ചയാണ്. ദൈവികമായ കണ്ണുകളെ കൊണ്ട് കണ്ടതാണ്. ഈ കണ്ട കാഴ്ച തന്നെയാണ് വെള്ളത്തിൻ്റെ കർത്താവിനോട് വന്ന് 10 ദിവസം ചോദിക്കുന്നില്ലേ, നമ്മൾ നികുതി കൊടുക്കണോ, മക്കൾ നികുതി കൊടുക്കണോ എന്ന് ചോദിക്കും. നമ്മുടെ നികുതി ദേവാലയ അധികാരികൾ നികുതി പിരിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ, ശിമയോനെ നിനക്കെന്ത് തോന്നുന്നു? മക്കളാണോ നികുതി കൊടുക്കേണ്ടത്, അടിമകളാണോ? അപ്പോൾ ശിമയോൻ പറയും, അടിമകളല്ലേ നികുതി കൊടുക്കേണ്ടത്, കപ്പം കൊടുക്കേണ്ടത്. ശരി. അപ്പോൾ കർത്താവ് ചോദിക്കും, അപ്പോൾ മക്കൾ സ്വതന്ത്രരാണല്ലോ. തീർച്ചയായിട്ടും, അപ്പോൾ നമുക്ക് കൊടുക്കണ്ട എന്ന് പറയാം. അങ്ങനെയല്ല. മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി എനിക്കും നിനക്കും വേണ്ടി നീ നികുതി കൊടുക്കണം. എന്തിനു കൊടുക്കണം? നീ കടലിൽ പോയി ചൂണ്ടയിടണം, ഒരു മത്സ്യം കിട്ടും. ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോൾ അവിടെ പീറ്റേഴ്സ് ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷുണ്ട്. നമ്മുടെ കരിമീൻ പോലെ ഇരിക്കും. അതാ ഗലീല കടലിൽ ഒത്തിരി ഉള്ളതാണ്. ഒരെണ്ണത്തിന് 700 രൂപയാണ് വില. ഒരെണ്ണത്തിന് നമ്മുടെ ഇവിടുത്തെ 700 രൂപയാണ്. അവർ 2 ഒലിവുകായും കുറച്ച് ഒലിവെണ്ണ ഒഴിച്ച് ഇങ്ങനെ പൊള്ളിച്ച് നമുക്ക് ഇങ്ങോട്ട് തരും. ഈ പീറ്റേഴ്സ് ഫിഷ് എന്ന് പറയുന്ന സംഭവത്തിലാണ് കർത്താവ് പറയണത്, ഇതിൻ്റെ വായിലൊരു സ്ഥാദ്യോനം ഉണ്ടാകുമെന്ന് പറയും. അത് തുറന്നാളയമാണ് വരുന്നു. പിന്നെ എൻ്റെ സാക്ഷ്യം, ഞാൻ എൻ്റെ മകൾ OET പരീക്ഷയ്ക്ക് ആദ്യം എക്സാം എഴുതി 2022 സെപ്റ്റംബർ 4-ാം തീയതി പരീക്ഷ എഴുതി. പക്ഷേ എൻ്റെ മോൾ നല്ലതുപോലെ പഠിക്കുന്നതായിരുന്നു. പക്ഷേ എൻ്റെ മോൾ ഒരു മാർക്കിന് തോറ്റുപോയി. അവൾ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഞാൻ ഒരു മാർക്കിന് തോറ്റുപോയി, ഞാനെല്ലാം എഴുതിയതായിരുന്നു എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, മാതാവ് അനുഗ്രഹിക്കും, കരയണ്ട എന്ന്. പക്ഷേ അവൾ പറഞ്ഞ് റിവാലുവേഷന് കൊടുക്കാം എന്ന്. പിന്നെ അവൾ 7000 രൂപ കെട്ടിവെച്ച് റിവാലുവേഷന് കൊടുത്തോ. അപ്പം ഞങ്ങൾ ലോൺ എടുത്താണ് ഞാൻ പൈസ കെട്ടിവെച്ചത്. അന്നേരം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഇനിയും 35,000 രൂപ കെട്ടിവെക്കാനില്ല എന്ന്.
എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ മോൾക്ക് 7000 രൂപ കെട്ടിവെച്ച് അവൾ റിവാലുവേഷന് കൊടുത്തു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മോളുടേത് മാത്രം വന്നില്ല. അന്നേരം അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ എനിക്ക് എൻ്റെ പേര് മാത്രം വന്നില്ല എന്ന്. അന്നേരം അവൾ എറണാകുളം ഒരു സെൻറ്ററിൽ ഓൺലൈനായിട്ട് പഠിച്ചാണ് പരീക്ഷ എഴുതിയതാണ്. അപ്പം അവിടെ കൂടെ എഴുതിയ സഹപ്രവർത്തകർ തന്നെ സെൻറ്ററിലേക്ക് വിളിച്ചു പറഞ്ഞു എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പരീക്ഷയ്ക്ക് ഫീസ് കെട്ടിവെച്ചില്ല എന്ന്. അവർ തന്നെ അവരോട് പറഞ്ഞു പിന്നെ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ പരാതി കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ പരീക്ഷയ്ക്ക് ഫീസ് കെട്ടിവെച്ചു. ഡിസംബർ 4-ാം തീയതി ഫീസ് കെട്ടിവെച്ചു. ഞാനിവിടെ ഡിസംബർ 2-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. 4-ാം തീയതി മോൾ പരീക്ഷ എഴുതാൻ പോയി. നല്ല മാർക്കോടുകൂടി അവൾ സ്കോറോടുകൂടി അവൾ പാസ്സായി. ജൂൺ 16-ന് അവൾ UK പോവുകയും ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് അവിടെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. അതിലും അവൾ നല്ല ഇതായിട്ട് പാസ്സായി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിവിടെ നിയോഗം വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിച്ചു എനിക്കൊരു വീട് ഇല്ല, എനിക്ക് ചെറിയ വീടാണ്, ഒരു വീട് വേണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ നിയോഗം വെച്ചു. മാതാവ് മോള് പോയി മോള് പറഞ്ഞു നമുക്ക് വീടിന് നോക്കാൻ ലോണിന് അപേക്ഷിക്കാൻ പറഞ്ഞു. ലോണിന് ചെന്നപ്പോൾ ബാങ്കുകാർ പറഞ്ഞു 22 രൂപയെ തരത്തുള്ളൂ ലോണ്. അപ്പം വീട് ചെന്ന് നോക്കിയപ്പോൾ 40 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ഞങ്ങൾക്ക് എങ്ങനെ ഈ വീട് കിട്ടും, എൻ്റെ കുഞ്ഞിന് വീട് വേണം എന്ന്. അപ്പം അമ്മ തന്നെ കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. മാതാവ് തന്നെ ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും 30 ലക്ഷം രൂപ ഞങ്ങൾക്ക് ലോൺ അനുവദിച്ചു തന്നു. അതുപോലെ വീട് ആദ്യം ലോണിന് അവർ പറഞ്ഞ് 22 ലക്ഷം രൂപയെ തരത്തുള്ളൂ എന്ന്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ അത്രയും കൊണ്ട് പറ്റത്തില്ല എന്ന്. അപ്പം 30 ലക്ഷം രൂപ അനുവദിക്കാമെന്ന് പറഞ്ഞു. പിന്നെയും ബാക്കി പൈസ വേണം. ആ വീട്ടിൻ്റെ ഉടമ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു കടം കേൾക്കത്തില്ല എന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ആ വീടിൻ്റെ ഗേറ്റിലിട്ടു. അപ്പോഴാ വീട്ടിൻ്റെ ഉടമ വന്നപ്പോൾ പുള്ളി ഇങ്ങോട്ട് താൻ പറഞ്ഞ അമ്മ സംസാരിക്കണേ എന്ന്. അന്നേരം ആ വീടിൻ്റെ ഉടമ ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ബാക്കി പൈസയ്ക്ക് പിന്നെ എനിക്ക് ചെക്ക് എഴുതി തന്നാൽ മതി, 3-4 മാസത്തിന് ഇളവിന് നിങ്ങൾ തന്നു, കുഴപ്പമില്ല എന്ന്. അതുപോലെ അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിലിരുന്ന് സംഘപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ബന്ധു തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ പൈസ തരാം. ഞങ്ങൾ അവരോട് ചോദിക്കാതെ തന്നെ അവർ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ തന്നു. അങ്ങനെ ഞങ്ങൾ ഈ മാർച്ച് 2-ാം തീയതി വീട് എഴുതി. ഇതൊക്കെ എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയത്തില്ല. മാതാവിൻ്റെ അനുഗ്രഹമെന്ന് പറയാതെ ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഞങ്ങൾ മലയോര പ്രദേശത്താണ് താമസിക്കുന്നത്. അവിടെ പിന്നെ ഞങ്ങൾക്ക് ടൗണിൽ നിന്ന് 5 മിനിറ്റ് നടന്നാൽ ഉടനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഉദ്ദേശിക്കാത്ത, ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്തത്ര ഒരു വീട് അമ്മ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. അത് എല്ലാ പണികളും കഴിഞ്ഞ് സർവ് ചെയ്തായിട്ട് ഞങ്ങൾക്ക് അമ്മ കാട്ടിത്തന്നെന്ന് വേണം പറയാൻ. ആരും ഒരു ബ്രോക്കറില്ലാതെ അമ്മ കാട്ടിത്തന്നു. ഞങ്ങൾ പോയി വാങ്ങിച്ചു. അല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എങ്ങനെ നടന്നു എന്ന്. അങ്ങനെ ഈ മാർച്ച് 2-ാം തീയതി അപ്പം ഞാനൊരു മാതാവിനോട് പറഞ്ഞു, അമ്മേ മാർച്ചിന് മുമ്പേ അപ്പം എൻ്റെ മോൾക്ക് അവളുടെ അടുത്ത പിന്നെ ലീവിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ ഈ മാർച്ചിൽ കൊടുക്കണം അടുത്ത ഇതിലേക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അപേക്ഷ കൊടുത്താലേ ലീവ് കിട്ടത്തുള്ളൂ എന്ന്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ മാർച്ചിന് മുമ്പേ എനിക്കൊരു വീട് കാട്ടി തരണേ, നടക്കണേ. അതുപോലെ തന്നെ മാർച്ച് 2-ാം തീയതി തന്നെ ഞങ്ങൾ വീട് വാങ്ങിച്ച് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ മാതാവ് അനുഗ്രഹിച്ച് അങ്ങ് നടത്തി തന്നു.
പിന്നെ ഞങ്ങൾ ആദ്യം ഇവിടെ വരുമ്പോൾ തന്നെ ഞങ്ങൾ നിയോഗം വെച്ചായിരുന്നു. എൻ്റെ സഹോദരൻ്റെ കാര്യം, അവൻ്റെ ഭാര്യ, അവനെ 2 പെൺമക്കളെ ഉപേക്ഷിച്ച് പോയിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് തൊട്ട് ഞാനും എൻ്റെ സഹോദരിയും കൂടാണ് വന്നത്. ഞങ്ങൾ 2 പേരും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ അവരുടെ കുടുംബം ഒത്തിക്കണേ എന്ന്. അപ്പോഴും അമ്മ അവരെ ഒന്നിച്ചു. പക്ഷേങ്കിൽ അമ്മ ഒന്നിപ്പിച്ചത് വലിയ അടയാളം തന്നുകൊണ്ടാണ്. ഡിസംബർ 24-ാം തീയതി അവൻ അറ്റാക്കിൻ്റെ രൂപത്തിലാണ് അമ്മ അവരെ ഒന്നിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ളവർ വിളിച്ച് പറഞ്ഞു, അവനെ ഇന്നതുപോലെ ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്കറിയത്തില്ല, അവൻ്റെ കൂടെ ഉണ്ട്. അവിടെ മുതൽ ഇന്ന് വരെ അവർ 2 പേരും അവർ സ്വരമായിട്ട് അവരുടെ കുടുംബം കൊണ്ടുപോകുന്നു. അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് പറഞ്ഞാൽ പറയത്തത്ര ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അത് അമ്മ സഞ്ചാരി മാതാവ്. ചിലപ്പം ഒരു ആളിൻ്റെ പിന്നെ ഭിക്ഷക്കാരുടെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ അമ്മ നമ്മുടെ കൂടെ സഞ്ചാരി മാതാവെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ മോടെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞങ്ങൾ തൃശ്ശൂർ പോയി പിന്നെ അവിടെ ചെന്ന് ഇന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യം അന്നേരം തന്നെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു ഉള്ളതാണ് സത്യം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തി തന്നിട്ടുണ്ട് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ആഷ്ലി. ഞാൻ ഇടുക്കിയിലെ ശ്രീവാമല ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് അമ്മ വെച്ച് നിയോഗം എന്ന് പറയുന്നത് ഞാൻ OET പാസ്സാവാനായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് പറയാനും വായിക്കാനും എഴുതാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പം അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ആദ്യം തന്നെ OET പാസ്സായി. പിന്നെ എൻ്റെ അമ്മ രണ്ടാമതായി പ്രാർത്ഥിച്ചത് എൻ്റെ പപ്പയുടെ മദ്യപാനം മാറാനായിരുന്നു. 10 വർഷമായിട്ട് വളരെ നാളായിട്ടുള്ള മദ്യപാനം മാറി. ഇപ്പോൾ 8 മാസമായിട്ട് പപ്പ മദ്യപാനം ഉപേക്ഷിച്ചിരിക്കുകയാണ്. മൂന്നാമതായിട്ട് എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് എൻ്റെ അനിയത്തി നേഴ്സിങ്ങിന് പഠിക്കുമായിരുന്നു. അപ്പം അവൾക്ക് ഒരു പ്രൊസീജിയറൊക്കെ ചെയ്യാമെന്ന് പറയുമ്പം ഭയങ്കര കൈവിറയും പേടിയുമായിരുന്നു. അപ്പം ഞാൻ PTAക്ക് ചെല്ലുമ്പം അവിടുത്തെ ടീച്ചേഴ്സാണ് എന്നോട് പറയും പേടി കാരണം ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവളുടെ കൈവിറയും പേടിയൊക്കെ മാറി. ഇപ്പം കൈവിറയൊന്നുമില്ല. അത് 2 വർഷമായിട്ട് അവൾക്ക് ഉണ്ടായിരുന്നായിരുന്നു, അതെല്ലാം മാറി. അതിനുശേഷം ഒക്ടോബർ മാസത്തിൽ ഞാൻ ഉടമ്പടി എടുത്തു. അപ്പം എനിക്ക് CBT എഴുതി പാസ്സാവാനായിട്ടായിരുന്നു ഞാൻ എടുത്തത്. ആദ്യത്തെ തവണ ഞാൻ ഫെയിലായിപ്പോയി. അത് കഴിഞ്ഞ് CBT ഞാൻ ഒന്നും കൂടെ എഴുതിയ സമയത്ത് കാശിരൂപം കയ്യിൽ പിടിച്ച് വളരെ മുറുകി പിടിച്ചാണ് ഞാൻ പരീക്ഷ എഴുതിയത്. ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എനിക്ക് അറിയില്ലാത്ത ക്വസ്റ്റ്യനൊക്കെ എനിക്ക് ശരി ഉത്തരം കാണിച്ചു തരണേന്ന് പറഞ്ഞായിരുന്നു ഞാൻ എഴുതിയത്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ CBT 2ാമത്തെ തവണ എഴുതി പാസ്സായി. പിന്നെ ജാനുവരി മാസത്തിൽ UK ഡിവോൺ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ള പോകാനുള്ള ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. പക്ഷേ ഓഫർ ലെറ്റർ വരാനായിട്ട് 2ാമത്തെ ഓഫർ ലെറ്റർ വരാനായിട്ട് കുറേ സമയമുണ്ട്. അത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഏജൻസിയെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് വരും, ഓഫർ ലെറ്റർ വരും എന്നൊക്കെയായിരുന്നു. അപ്പം കുറേ നാളായി വരാതിരുന്നു. അപ്പം ഞാൻ മാർച്ച് 3 എന്നൊരു ഡേറ്റ് വെച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓഫർ ലെറ്റർ പെട്ടെന്ന് വരികയും പിന്നെ COS വന്നു, വിസ ഇപ്പോൾ എനിക്ക് കിട്ടി. അന്നേരം അതിനിടയ്ക്ക് ഒരു പുറത്തുനിന്ന് ഒരു ആളിനോട് ചോദിച്ചു ഏപ്രിൽ വരാൻ ഇഷ്ടമുണ്ടോയെന്ന്, മാർച്ച് 3-ാം തീയതി. അപ്പം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓഫർ ലെറ്ററും COS ഒക്കെ കിട്ടിയത്. അത് കഴിഞ്ഞ് ഈ ഏപ്രിൽ 27-ന് ഞാൻ പുറത്തോട്ട് പോവുകയാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. നന്ദി. എൻ്റെ പേര് ഷീന സജി. ഞാൻ കോഴിക്കോട് കൂടരഞ്ഞിയിൽ നിന്ന് വരുന്നു. എൻ്റെ മോന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ടാണ് വരുന്നത്. മോന് ചെവിവേദനയും ജലദോഷവുമായിരുന്നു. ജലദോഷവുമായിട്ട് ഞങ്ങൾ 2-3 ആശുപത്രിയിൽ കൂടെ കൊണ്ടുപോയി മരുന്ന് മേടിച്ചു കൊടുത്തു. ഡോക്ടർ പറഞ്ഞു സാധാ ജലദോഷമാണ്, പനിയാണെന്ന് പറഞ്ഞു. അങ്ങനെ മൂക്കിലിറ്റിക്കാനും ചെവിയിലൊഴിക്കാനും ഒക്കെ മരുന്ന് തന്നു. അതിങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നു. എന്നാലും ചെവിയുടെ വേദന മാറുകയോ പനി പോവുകയോ ചെയ്തിരുന്നില്ല.
ഒരു ദിവസം രാത്രിയിൽ ഒരു 2 മണിയായപ്പോൾ മകനൊരു കരച്ചിൽ കേട്ടു. ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പം മകൻ്റെ ചെവിയിൽ നിന്ന് അതിശക്തമായിട്ട് ബ്ലഡ് വരികയും ആ ബ്ലഡ് ഇങ്ങനെ ഒലിച്ചു ഇറങ്ങുകയാണ്. അപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിനെയും പിള്ളേരെയൊക്കെ വിളിച്ചു, വേഗം കൊച്ചിൻ്റെ ചെവിയിൽ നിന്നും ബ്ലഡ് വരുവാന്ന് പറഞ്ഞു. ആ സമയം തന്നെ ഞങ്ങൾ മുക്കം KMCT ആശുപത്രിയിൽ കൊണ്ടുചെല്ലുകയും അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ചെവിയുടെ പാട പൊട്ടിയതാണ്,